പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചോദ്യവും ഉത്തരവും എന്ന ഒരു എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളതെല്ലാം കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. 2 ദിവസം ക്ലാസ് ഇടാതെ പോയത് വൈഫൈക്ക് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടായിരുന്നു. വൈഫൈയുടെ സൈഡിലുണ്ടായിരുന്ന മരത്തിൻ്റെ ചില്ലകൾ അതിൻ്റെ ടച്ച് കുത്തൽ നടത്തിയപ്പോൾ അതിൻ്റെ ലൈനിൽ വീണ് പൊട്ടുകയും 2 ദിവസം അത് വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ക്ലാസ് ഇടാൻ താമസിച്ചത്. വീണ്ടും ഇന്ന് വൈഫൈ ഒക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ട്. വീണ്ടും ക്ലാസ് ഇടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനം കുറേയേറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് തുടങ്ങുക, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ മറുപടി ഫോണിൽ കൂടെ തന്നെ കൊടുക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ മാസം 4, 5, 6 തീയതികളിൽ നമ്മുടെ സത്യസന്ധമായ, വളച്ചൊടിക്കാതെ, പച്ചയായി യേശു ക്രിസ്തു മനുഷ്യരോട് സംസാരിച്ചത് നേരിട്ട് സംസാരിച്ചതുപോലെ, അതിനകത്ത് തിയോളജിയില്ല, സൈക്കോളജിയില്ല, സഭാശാസ്ത്രമില്ല, സ്വന്തം ഒരു പ്രബോധനം ഇല്ല. വചനം എന്തോ പറയുന്നു അത് നിങ്ങൾക്ക് തരിക. അതിലെന്തർത്ഥമാക്കി വച്ചിരിക്കുന്നു അത് നിങ്ങളോട് സംസാരിക്കുക. ദൈവവചനം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ, അതിൻ്റെ പച്ചയായ അർത്ഥത്തിൽ, പക്ഷെ ദൈവവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന രഹസ്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ കാലങ്ങളും കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയും. എന്നാൽ അതിനകത്ത് തിയോളജി ചേർക്കാനോ ദൈവശാസ്ത്രം ചേർക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് മനഃശാസ്ത്രം ചേർക്കാനോ അതിൽ അന്തർലീനമായിരിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് തരും. പ്രത്യേകിച്ചും നമ്മുടെ സഭയിൽ എവിടെ നമ്മൾ നോക്കിയാലും, നമ്മുടെ കേരള സഭയിൽ നിന്നല്ല, ഭാരത സഭയിൽ നിന്നല്ല, ആഗോള എവിടെ നോക്കിയാലും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്നൊരു വിഷയമേ അല്ല. യേശു ക്രിസ്തു രണ്ടാമത് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അത് വരാതിരിക്കട്ടെ, അതാ നല്ലത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ പോകാനിടയുണ്ടായി. അദ്ദേഹമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല വീട്, വലിയ നല്ലൊരു വീട് പണിതിട്ട് ഒരു 5 വർഷമായിട്ട്, പുതിയ നല്ല വീട്, നല്ല വാർക്ക വീടാണ്. മുറ്റത്ത് കാറുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. മക്കളൊരാൾ വിദേശത്താണ്, സാമ്പത്തികമായിട്ട് ധാരാളം റബ്ബർ വെട്ടാനൊക്കെ ഉണ്ട്, എല്ലാം സമ്പത്തുമുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, സന്തോഷമായിട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് യേശുവിൻ്റെ വരനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ചേട്ടനെ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കില്ല. ചേട്ടൻ എന്ത് യേശുവിൻ്റെ വരനെക്കുറിച്ച് പറഞ്ഞോ അതൊന്നും എനിക്ക് വിശ്വാസമല്ല, ഞാനതെല്ലാം തള്ളിക്കളയുന്നു. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോയിക്കൊള്ളട്ടെ, ഞാനതിനൊന്നും വിശ്വസിക്കുന്നേ ഇല്ല, എനിക്കതിനകത്ത് ഒരിക്കലും ആശ്രയിക്കാനോ അത് ചിന്തിക്കാനോ പോലും എനിക്ക് സാധിക്കില്ല. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ ചേതോപി കാര്യം ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്, അദ്ദേഹത്തിന് 46 വയസ്സ് 47 വയസ്സേ ഉള്ളൂ. നല്ല കാലഘട്ടമാണ് ജീവിക്കുവാൻ. നല്ല സമ്പത്ത്, സുന്ദരിയായ ഭാര്യയുണ്ട്, സുന്ദരിയായ മക്കളുണ്ട്, സുന്ദരമായ സാമ്പത്തിക ഇടപാടുകളുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, അധ്വാനിക്കാൻ ഓടി നടക്കാം. അപ്പോൾ ഈ ലോകത്തിലെ ക്രിസ്തു ഇല്ലെങ്കിലും ജീവിക്കുവാൻ പറ്റിയൊരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് യാതൊരു ടെൻഷനോ അസ്വസ്ഥയില്ല, കടബാധകളില്ല, സമ്പത്തുണ്ട്. ഇനിയിപ്പോൾ സഭയില്ലാണ്ടായാലെന്ത്, എന്നാലും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു കുറവുമില്ല, സന്തോഷമായിട്ട് ജീവിക്കാം. അങ്ങനെ ഈ ലോകത്ത് സുഖവും സുഖ സൗകര്യങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അനുഭവിക്കാൻ ഉള്ളതുകൊണ്ട് ക്രിസ്തു എന്നതൊരു മിഥ്യയായി നമുക്ക് നിൽക്കുകയാണ്. ഒരിക്കലും യേശു ക്രിസ്തു എന്നത് ഒരു യാഥാർത്ഥ്യമല്ല. ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, നിത്യജീവൻ എന്ന് പറയുന്നതൊക്കെ ഒരു കെട്ടുകഥയാണ്, മിഥ്യാധാരണയാണ്. ഒരിക്കലും യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഇനി മരിച്ചവരെ ഉയർപ്പിക്കുകയോ അന്ത്യവിധി നടത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യില്ല. യേശു ക്രിസ്തു വന്നു പോയി, അത് മരിച്ചുയർത്തെഴുന്നേറ്റ് പോയി, ഇനി വീണ്ടും വരിക എന്ന് പറയുന്നതൊക്കെ അപ്രാപ്യമാണ്, നടക്കില്ല. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ശക്തമായി ഞാൻ പല വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരിൽ കാണാനിടയായി. അതുകൊണ്ടാണ് ഇത്ര ഊന്നി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല എന്നുള്ളതാണ്. മനുഷ്യന് ഗ്രാഹ്യമില്ല, സഭയ്ക്ക് ഗ്രാഹ്യമില്ല, വൈദികർക്ക് അതിനെപ്പറ്റി പറയുവാൻ പറ്റുന്നില്ല, സഭാ പഠനം നടക്കുന്നില്ല. പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ സഭയിലൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ എന്നാണ് മറ്റു ചിലർ പറയുന്നത്. എന്തുകൊണ്ടാണ്? സഭയ്ക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ അറിയത്തില്ല, ഇതിന് കർത്താവ് വെളിപ്പെടുത്തുന്ന നിഗൂഢ രഹസ്യങ്ങൾ അവർക്കറിയില്ല. ഇനി കുറച്ചൊക്കെ കാര്യം അവിടെ വിശ്വസിക്കുന്നവരുണ്ടാവാം, യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്നും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന വൈദികരും മെത്രാന്മാരും അല്ലെങ്കിൽ സഭാവിഭാഗങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ 90% ജനങ്ങളും വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒരു വരവ് അതങ്ങനെ നീണ്ടു പോകും, അതെന്തെങ്കിലും വന്നു കേട്ടെ, വരാതിരിക്കും, എന്ന് ചെയ്താലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, പരമസത്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് 2027 ആദ്യം തന്നെ ആഗോള ആണവ യുദ്ധത്തോടു കൂടി ആരംഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കേൾക്കാത്ത വചനങ്ങൾ, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത്, മനസ്സിലാക്കാൻ പറ്റാത്തത്, കേട്ടിട്ടില്ലാത്തത്, കേൾക്കേണ്ടത്, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത്, പ്രത്യേകിച്ചും വരും കാലഘട്ടങ്ങളിൽ
നമ്മുടെ സമൂഹം കൊറോണ ബാധിച്ചതുപോലെ ബ്ലോക്കായി നിശ്ചലമായി പോകുന്ന അവസ്ഥകൾ വരും. വിദേശത്തുള്ളവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ നിന്നു പോകും. നമ്മൾ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് നമുക്ക് നഷ്ടമാകും. വലിയ വെപ്രാളം, വലിയ അസ്വസ്ഥതകൾ, വലിയ വേദനകൾ, വലിയ ഉത്കണ്ഠകൾ, വലിയ ആത്മീയ തകർച്ചകൾ, വലിയ ഭൗതിക തകർച്ചകൾ, വലിയ ദുഃഖങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസം തരുവാൻ നമ്മുടെ ഭവനത്തിൽ ഈ എൻ്റെ ധ്യാനമോ ക്ലാസ്സോ ഒക്കെ കൂടിയ വ്യക്തികൾക്ക് കൂടി ഒരാളെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ, ഒരൊറ്റ ആൾ മതി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങളെ ദൃഢീകരിക്കുവാൻ, നിങ്ങളെ ഉത്കണ്ഠകളിൽ നിന്ന് വിമോചനം തരുവാൻ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാൻ ആ ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സഭയിലെ അവസ്ഥ വെച്ച് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കൊറോണ ബാധിച്ച സമയത്ത് അറിയാം, നമുക്ക് എല്ലാവരും ഓടി നടന്ന് കുത്തിവെപ്പെടുത്തു. അത് എടുക്കണോ പറഞ്ഞിട്ടല്ലേ. നമ്മുടെ സഭയിൽ അക്കാര്യത്തിൽ ഇടപെട്ടില്ല. ഒരു പള്ളിയിൽ നിങ്ങൾ എടുക്കണമെന്നോ എടുക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ഒരു വൈദികർക്കും പറ്റിയിട്ടില്ല. എല്ലാവരും എടുത്തോളാനാണ് പറഞ്ഞത്. പഞ്ചായത്ത് നിയമങ്ങളല്ലേ, ഗവൺമെൻറ് നിയമങ്ങളല്ലേ എടുക്കണം, ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയായിരിക്കും ഇനി 666 എന്ന സംഖ്യ, 666 മുദ്ര സ്വീകരിക്കാൻ വേണ്ടി ലോകം മുഴുവനും എതിർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഡിജിറ്റൽ കറൻസി സംവിധാനങ്ങൾ ലോകത്ത് വരികയും ആ മുദ്ര സ്വീകരിക്കാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ലോകം നിശ്ചലമാകുമ്പോൾ നാം എന്ത് ചെയ്യണം? സഭ നമ്മിൽ നിന്നും അകന്നു പോകുമ്പോൾ, സഭയിലെ വിശുദ്ധ ബലി ഇല്ലാതെയാകുമ്പോൾ നാം എന്ത് ചെയ്യണം? വൈദികരും മെത്രാന്മാരും നമുക്ക് ഉപദേശം തരാനും നമ്മളെ പഠിപ്പിക്കാനും ഇല്ലാതെയാകുമ്പോൾ നാം എന്ത് ചെയ്യണം? വിശുദ്ധ ബലിയും കുർബാനയും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ആത്മീയ സംഘർഷം നമ്മൾ എങ്ങനെ ഇല്ലാതാക്കും? യേശുക്രിസ്തു വരുന്നതിന് സംബന്ധമായ വലിയ പ്രതിസന്ധികൾ ലോകത്തുണ്ടാകുമ്പോൾ, അതിൻ്റെ നാമത്തെ ചൊല്ലി പീഡകൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം? ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ വാഹനങ്ങൾ നിശ്ചലമാകുമ്പോൾ നാം എന്ത് ചെയ്യണം? നമുക്ക് ആശുപത്രിയിൽ നിന്ന് മരുന്നുകൾ കിട്ടുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾ കോളേജിൽ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസം, വിശുദ്ധി ഇളക്കം തട്ടുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ നിന്ന് ഓടി ഒളിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട സാഹചര്യം വരും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പശ്ചാത്തലം നമ്മുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുമ്പോൾ നമ്മൾ നിശ്ചയമായും നമ്മൾ വളരെ വിറളി പിടിച്ചവരെ പോകും. നമ്മൾ വളരെ അസ്വസ്ഥനായിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ പതറും. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. ക്രിസ്തുവിനെ തള്ളിപ്പറയും. നമ്മൾ സാത്താൻ്റെ കെണിയിൽപ്പെട്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അതിൻ്റെ അടിമത്തത്തിലല്ല, അതിൻ്റെ പിടിയിൽ അമർന്നാൽ നിത്യ പാതാളത്തിൻ്റെ അവകാശികളായി മാറും. പിന്നെ നമ്മളെ രക്ഷിക്കുവാൻ, കരം തരുവാൻ ആരുമില്ലാത്ത അവസ്ഥ വരുമ്പോൾ സഭ പോലുമില്ല, നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, എല്ലാ ഫോണുകളും നിന്നുപോകും, എല്ലാ വിഗ്രഹങ്ങളും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രതിസന്ധി വന്നിട്ട് എന്ത് ചെയ്യണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുവാൻ ഇപ്പോഴത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിഗൂഢ വചനങ്ങളുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി മനസ്സിലാക്കി അതനുസരിച്ചൊന്ന് ക്രമീകരിക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയൊന്നും നമ്മളെ പറഞ്ഞൊരുക്കാൻ ആരും ഉണ്ടായെന്ന് വരികയില്ല. അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം കിട്ടാൻ നമുക്കൊരു മാർഗം ഉണ്ടാവുകയില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആളിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഒരു മാസം തന്നെ 2 ധ്യാനം വെച്ച് ചെയ്യുവാൻ, 2 ക്ലാസ്സുകൾ വെച്ച് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഏപ്രിൽ മാസം 4, 5, 6 തീയതികളിൽ ആദ്യത്തെ ക്ലാസ്സും അതോടനുബന്ധിച്ചൊരു ശുശ്രൂഷകൾ നടക്കുന്നു. വീണ്ടും ആൾ കൂടുതലുണ്ടെങ്കിൽ ആ മാസം തന്നെ അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് ആളിൻ്റെ എണ്ണം പോലെ ഇരിക്കും. പിന്നെ നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വിളിച്ചാൽ ഞാൻ വരുന്നതായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത്, നിങ്ങൾ ഒരാളാണ് 2 ആളാണെങ്കിൽ വരുന്നതെങ്കിൽ ആ പൈസ ഇതിന് ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് നിങ്ങൾ റിസോർട്ടുകാർ എന്നോട് പറഞ്ഞു തന്നെ ചോദിച്ചാൽ അവർക്ക് വേറെ ബുക്കിംഗ് വരും. അപ്പോൾ അവർ ആദ്യം കൊണ്ടുവന്ന് അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് ആദ്യം ആരാണോ പൈസ തരുന്നത് അവരെ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ ഒരു 2-3 ദിവസം കൂടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം മറ്റുള്ള ആരെങ്കിലും ബുക്ക് ചെയ്തെങ്കിൽ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റിസോർട്ട് കൊടുക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിയുന്നത്ര ആളുകൾ, വരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്: ഒരാളിന് 1500 രൂപ വെച്ച് അതിൻ്റെ ഫുഡും ഭക്ഷണത്തിൻ്റെയും അവിടെ കിടക്കാനുള്ള
സംവിധാനത്തിൻ്റെ പണമാണത്. ആ പൈസ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് ബുക്ക് ചെയ്യുക. നിങ്ങൾ 10 പേരാണ് 10 പേര്, അല്ലെങ്കിൽ 5 പേരാണ് 5 പേര്, ആരാണോ വരാൻ ഉദ്ദേശിക്കുന്നത് അവർ ഗൂഗിൾ പേ ചെയ്ത് പൈസ അടിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മറ്റു സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഈ സിനിമ കിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ മുമ്പിൽ ഇനി ഒരു ഒരുക്കത്തിനുള്ള സമയം യഥാർത്ഥത്തിലില്ല. ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഗൾഫ് മേഖലയിൽ അശാന്തി വളരെ വലുതാവുകയാണ്. ഏതു നിമിഷവും അവിടുത്തെ യുദ്ധം അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചാൽ, ഇറാൻ കയറി തുടങ്ങിയാൽ, ആരംഭിച്ചാൽ തീർന്നു പ്രിയ സഹോദരങ്ങളെ. പിന്നെ ഗൾഫിൽ നിന്നൊരു പണം വരികയില്ല. നമ്മുടെ പുറത്തേക്ക് പോയ മക്കളോ കുഞ്ഞുങ്ങളോ തിരിച്ചു വരികയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ആദ്യമായിട്ട് തുടങ്ങുകയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ക്ലാസ് കേട്ടേക്കായിരുന്നു, നമുക്ക് ചില ഉപദേശങ്ങൾ മേടിച്ചേക്കാമായിരുന്നു, ഒന്ന് പോയേക്കാമായിരുന്നു, നിങ്ങളുടെ മനസ്സ് 100 വട്ടം ചിന്തിക്കും. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ നാശം നമ്മുടെ മുമ്പിലെത്തിയിരിക്കും. അതുകൊണ്ടാണ് കൊരിന്തോസ്യർക്ക് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞൊരു വചനം നമ്മൾ ഓർത്തിരിക്കണം. ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ എന്നുള്ളത് നമ്മൾ തിരിച്ചു പറയുമ്പോൾ നമ്മുടെ മേൽ നിബന്ധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ പഠിക്കേണ്ടത്. അവരുടെ മേലല്ല, ആരുടെ മേൽ? പ്രിയപ്പെട്ടവരെ, അന്ന് നമുക്കറിയാം, ഇത് പൗലോസ് ശ്ലീഹ ഇതൊക്കെ എഴുതുമ്പോൾ അന്ന് സഭ എന്ന് പറയുന്നത് പോലുമില്ല. അന്ന് സഭാ സംവിധാനങ്ങളില്ല, മെത്രാന്മാരില്ല, സിനഡില്ല, ഒന്നുമില്ല. അപ്പസ്തോലന്മാരടങ്ങുന്ന ആ 12 പേരും അതോടനുബന്ധിച്ച് കുറച്ച് വചനം കേട്ടവരും മാത്രം, അത് ചെറിയൊരു കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. അവരെന്ന് കർത്താവ് ഉദ്ദേശിച്ചത്, അന്ന് അവരുദ്ദേശിച്ചത് ഇസ്രായേലിൻ്റെ മേലെയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഈ വചനം പറയുമ്പോൾ, നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ അത് കത്തോലിക്ക സഭയെ ഉദ്ദേശിച്ചാണ്. അവർ ഇസ്രായേൽക്കാരുള്ളത് അവരുടെ ഹീബ്രു മൂലത്തിലുണ്ട്. അത് അവർ നോക്കി അവർ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ ചെയ്തുള്ളൂ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, ആഗോള തിരുസഭയും ഭാരത സഭയും കേരള സഭയും സംബന്ധിച്ചിടത്തോളം, ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം സഭയുടെ മേൽ, നമ്മുടെ മേൽ നിബന്ധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ പെട്ടുപോകും. പിന്നീട് നമ്മൾ രക്ഷപ്പെടുകയില്ല. അതിൻ്റെ കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു വചനത്തിൻ്റെ ഭാഗം. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ, അവരുടെ സമ്മേളനങ്ങളിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു, ക്രൂരതയിൽ അവരവരുടെ കാളകളുടെ കുതിരഞരമ്പ് വെട്ടി. അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും. കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച വചനങ്ങളാണ്. അതിനകത്ത് കർത്താവ് പറയുന്ന ഭാഗം, അവരുടെ ഗൂഢാലോചനകളിൽ നിന്റെ ആത്മാവും മനസ്സും പങ്കുചേരരുത്, അവരുടെ സമ്മേളനങ്ങളിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയിലും കത്തോലിക്ക സഭയിലും, സഭയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്? സഭയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ പ്രസംഗിക്കുന്നു, സഭയിൽ യേശു ക്രിസ്തു ഇല്ല, സഭയിൽ നിന്ന് യേശു ക്രിസ്തു ഇറങ്ങിപ്പോയി, സഭയിൽ പരിശുദ്ധാത്മാവില്ല. ഞാൻ 6 മാസങ്ങൾക്ക് പറഞ്ഞാണ് കത്തോലിക്ക സഭയെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവ് സഭയിൽ നിന്ന് പറന്നു പോയി. സഭയിൽ ക്രിസ്തുവില്ല. ക്രിസ്തുവില്ലാത്തൊരു കത്തോലിക്ക സഭയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു വൈദികൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പച്ചയായിട്ട് ഞാൻ കേട്ടു. എന്താണ് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾ, അല്ലെ ചില വൈദികരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ ഈ നഷ്ടപ്പെട്ടുപോയ ചൈതന്യത്തെ, നഷ്ടപ്പെട്ടുപോയ പരിശുദ്ധാത്മാവിനെ, നഷ്ടപ്പെട്ടുപോയ ആത്മവീര്യത്തെ, നഷ്ടപ്പെട്ടുപോയ പരിശുദ്ധാത്മ ശക്തിയെ, വിശുദ്ധിയെ തിരിച്ചു പിടിച്ചില്ല എങ്കിൽ ഇനി നമ്മുടെ മുമ്പിലുള്ള കടമ്പകൾ വലിയ ഭയാനകമാണ്. വലിയ ആഭ്യന്തര കലാപങ്ങളിലേക്കൊക്കെ ലോകം എടുത്തു ചാടപ്പെടുമ്പോൾ നാം എന്ത് പകച്ചു നിന്നു പോകും? നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് നമ്മുടെ അടുത്ത വഴി എന്ന് ചിന്തിക്കുകയല്ല, അവിടെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയാണ്. ഒരു വർഷം മുമ്പ് ഒരമ്മ എൻ്റെ അടുത്ത് വന്നു. ആ പഴയ കാലത്തെ ചട്ടയും മുണ്ടൊക്കെ ഇടുന്ന രീതിയിലുള്ള ഒരു അമ്മയാണ് എൻ്റെ അടുത്ത് വന്നത്. ആ അമ്മ എന്നോട് പറഞ്ഞ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ള, ഇടയ്ക്ക് കണ്ടിട്ടുള്ളതൊക്കെയാണ്, എനിക്ക് പരിചയമുള്ള, എൻ്റെ അടുത്ത ഇടവകയിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചുപോയിട്ട് 12 വർഷമായി. അപ്പോൾ ഇപ്പോൾ അമ്മയുടെ പ്രശ്നം ഇതാണ്, വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഈ വ്യക്തിയുടെ രൂപം, നിഴല് നമുക്ക് കാണാൻ പറ്റും. ചില ശബ്ദങ്ങൾ കേൾക്കും, ജനലിൻ്റെ അവിടെ ഈ ശബ്ദങ്ങളിൽ ആളുടെ രൂപം കാണാൻ പറ്റും.
അമ്മ പേടിച്ചും അല്ല ഓടിച്ചെന്നും ആരാണ് വിളിക്കുന്നത്, ആരാണത് കാണുന്നത് വിചാരിച്ച് നോക്കുമ്പോൾ അത് ഭർത്താവിൻ്റെ ചിത്രമായിട്ട് അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ അവർക്ക് ചിലപ്പോൾ ഭയമാകും, ചിലപ്പോൾ അവർ വല്ലാതെ വിഷമിക്കും. ഇതിങ്ങനെ പലപ്പോഴായിട്ട് വീട്ടിൽ മറ്റാരും ഇല്ലെങ്കിൽ പലപ്പോഴായിട്ട് അമ്മ കാണാൻ തുടങ്ങി. അമ്മയ്ക്ക് വല്ലാതെ അസ്വസ്ഥയായി. എന്താണ് പ്രശ്നം എന്ന് അമ്മ ഒരിക്കൽ എന്നോട് സംസാരിക്കണ്ടേ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അതിൻ്റെ സംഭവം നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കും. അമ്മയും പറഞ്ഞു എനിക്കും അറിയാം അദ്ദേഹത്തെ പഴയ കാലത്താണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 55 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും പോലീസ് സ്റ്റേഷനുകളില്ല. അപ്പോൾ അദ്ദേഹം വെളിയിൽ ഒരു പിച്ചാത്തിയൊക്കെ കരുതും, എന്നിട്ട് ഇങ്ങനെയാണ് ടൗണിൽ ഇറങ്ങുന്നത്. അദ്ദേഹം മദ്യമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നിട്ട് ശബ്ദത്തിൽ സംസാരിക്കും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, ആരുടെ എന്തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പേടിയാണ്, ധൈര്യമില്ല. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ അങ്ങനെ അന്ന് വല്ലപ്പോഴും പള്ളിയിൽ പോയാലായി. അന്ന് പള്ളികളൊക്കെ വളരെ ദൂരെയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. അതൊന്നും ധ്യാനങ്ങളില്ല, കുമ്പസാരത്തെക്കുറിച്ചില്ല. അങ്ങനെയൊക്കെ പ്രശ്നമുള്ള സമയത്ത് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ജീവിച്ച് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് അവിടെ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല, സ്വർഗത്തിലേക്കോ പോവുകയില്ല. പിന്നെ പഴയ കാലത്തും ഇന്നും ശരിയായ സത്യം പറഞ്ഞാൽ നരകമാണ്. അതാണ് ധനവാന്റെ ലാസറിൻ്റെ ഉപമയെ പറയുന്നത്. ഈ നരകത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. നരകത്തിൽ പോലും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥറിഞ്ഞ ആത്മാവായതുകൊണ്ട് ഈ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് പുറത്ത് ചാടി വല്ലാത്ത അസ്വസ്ഥ നടക്കുകയാണ് കുടുംബത്തിൽ. അപ്പോൾ ഈ അമ്മ പറഞ്ഞ് ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിക്കും നിങ്ങളുടെ ചേട്ടൻ തന്നെയാണ്, ചേട്ടൻ്റെ അസ്വസ്ഥ. അപ്പോൾ അമ്മ പറഞ്ഞു, എന്താണ് ഇതിൻ്റെ പ്രതിവിധി, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഷയത്തിന് ഞാൻ പറഞ്ഞു കൊടുത്ത മറുപടി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയും ആ അമ്മ അതിൻ്റെ ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെയുള്ള കാര്യങ്ങൾ അമ്മ ചെയ്യുകയും ചെയ്തപ്പോൾ ഈ സംഭവം അവിടെ നിന്നുപോയി. പിന്നീട് ആ നിഴൽ കാണുകയോ ശബ്ദം കേൾക്കുകയോ ആ വീട്ടിൽ വരികയോ ചെയ്തിട്ടില്ല. അങ്ങനെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അതുപോലെ ചെയ്തു. മറ്റൊരു സംഭവം കൂടി പറയാം. ഞാനത് പറയാൻ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയുള്ള കാലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു സംഭവം നടന്നിങ്ങനെയാണ്. അത് വളരെ ദൂരെയുള്ളൊരു ഇടവകയിലാണ്. ഒരിക്കലൊരു സഹോദരൻ ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന കറക്റ്റ് അറിഞ്ഞ് അദ്ദേഹം എന്നെ ആ പട്ടത്തിൽ വിളിച്ചു. ഞാൻ ചെന്നു. അപ്പോൾ അവിടുത്തെ പ്രശ്നം ഇതാണ്, അവിടെ 2 പട്ടികളെ വളർക്കുന്നുണ്ട്, 2 നായകളെ വളർക്കുന്നുണ്ട്. സന്ധ്യ ആയാൽ ഈ പട്ടികൾ വളരെ ശക്തമായിട്ട് കൂവാൻ തുടങ്ങും. അങ്ങനെ കൂകി വലിയ ശബ്ദമുണ്ടാക്കും. അത് നാട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളാവും. വല്ലാത്ത അസ്വസ്ഥയാവും. ആ വീട്ടിലും കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ കുടുംബ പശ്ചാത്തലത്തൊക്കെ പഠിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടുത്തെ ചാച്ചൻ മരിച്ചു. അതും ഇതുപോലത്തെ വളരെ പഴയ കാലഘട്ടങ്ങളിലാണ്. ആ ചാച്ചൻ വളരെ അശുദ്ധനായി ജീവിച്ച് തോന്നുപോലെ ജീവിച്ച് മരിച്ചു പോയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് വീട്ടിൽ വരും. ആ വീട്ടിൽ വരുന്ന സമയത്ത് പട്ടികൾക്ക് ഇത് കാണാൻ പറ്റും. ആ പട്ടികൾ ഇത് കണ്ടിട്ട് വലിയ വായിൽ ഇങ്ങനെ കൂകും, വലിയ ശബ്ദം ഉണ്ടാകും. വല്ലാത്ത അസ്വസ്ഥയുടെ വലിയൊരു ഒരു ഒരു സ്വസ്ഥതയുള്ള ഒരു സമാധാനമുള്ളൊരു കൂകലല്ല, വല്ലാത്തൊരു അസ്വസ്ഥ നിറഞ്ഞ കൂകൽ. 2 പട്ടികൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ആ നാട് മുഴുവൻ വല്ലാത്ത അസ്വസ്ഥയാണ്. അത് സന്ധ്യ സമയത്ത് 7 മണിക്കാണ് ഈ പട്ടിയാണ് കൂകുന്നത്. പിന്നെ കുറേ സമയം കൂകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തെ വിളിച്ച് ധ്യാനത്തിന് കൊണ്ടുപോയി. ആ കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മകനാണ് എൻ്റെ കൂടെ വന്നത്. അപ്പം മരിച്ചു പോയിട്ട് 10-18 വർഷമായി. അപ്പോൾ ആ മകനെ വിളിച്ചുകൊണ്ട് ആ കുടുംബത്തിലൊക്കെ വെഞ്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകന് നല്ല കുമ്പസാരം കൊടുക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും അവർ ധ്യാനം കൂടുകയും ഹന്നാമ്പള്ളം മേടിച്ചുകൊണ്ട് പോവുകയും കുന്തിരിക്കം വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തു. അവിടുത്തെ പട്ടി കൂകൽ എന്നേക്കുമായിട്ട് നിന്നുപോയി. അദ്ദേഹത്തോട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ ആത്മാവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം അതുപോലെ ചെയ്തു. ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കത്തോലിക്ക സഭയിൽ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ബുള്ളറ്റിൻ വായിച്ചപ്പോൾ നമ്മളൊരു സംഭവം കേട്ടു. നിത്യ കുർബാന 10,000 രൂപ, പിന്നെ ഗ്രിഗോറിയൻ കുർബാന 7,500 രൂപ, പാട്ട് കുർബാന 2,500 രൂപ, സാധാരണ ഒപ്പീസും കുർബാനയും 150 രൂപ, 200 രൂപ. ഇതൊക്കെ പറഞ്ഞ് കുർബാന ഇങ്ങനെ വിൽക്കുന്നത് കേട്ടു. കുർബാന എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയാണ്. ആ ഓർമ്മ നമുക്ക് വിൽക്കാനോ വിറ്റുകൊടുത്ത് പൈസ മേടിക്കാനോ ഉള്ളതല്ല. ഈ ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞ് ബൈബിളിൽ ഒരിടത്തുമില്ല. ഏതോ ഒരു മാർപ്പാപ്പ ഉണ്ടാക്കിയ ചില അബദ്ധ ധാരണകളാണ്. ആ മാർപ്പാപ്പയ്ക്ക് അന്നത്തെ ബോധം അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു ബോധം ഇല്ലാതെ പോയി. എന്ത് ചെയ്യാനാണ്? അതൊരു തഴക്കം പോലെ സഭ ഏറ്റെടുത്ത് കുർബാനകളെ പണം കൊടുത്ത് മേടിച്ച് ഉണ്ടാക്കുന്ന ഈ സംവിധാനം വളരെ തെറ്റാണ്. ശരിയായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇത്തരം കുർബാനകളൊന്നും ഒരാത്മാവിൻ്റെയും നിത്യശാന്തിക്ക് ചേരുകയില്ല. ഒരു കുർബാന ചൊല്ലിക്കൊണ്ട് ഒരാത്മാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അത് സഭയുടെ പഠനങ്ങളിൽ വന്ന തെറ്റാണ്. അതിൻ്റെ സത്യമായ സത്യം ഞാൻ തുറന്നു പറയാം. വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടനെ, ഒന്നാമത് നിത്യകുർബാന പറഞ്ഞ് 10,000 രൂപ കൊടുത്തൊരു കുർബാനയില്ല ആത്മാവ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരാൾക്കൊരു 10,000 രൂപ കൊടുക്കാനുണ്ട്. ഞാൻ മരിച്ചുപോയി.
എൻ്റെ മക്കളും ഭാര്യയും ഈ പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ മകൻ കൊണ്ടുപോയിട്ട് 10,000 രൂപ അച്ഛനെ കൊടുത്തിട്ട് പറഞ്ഞു, നിത്യ കുർബാന 10,000 ചെല്ലണം വെച്ചാൽ ഇത് എൻ്റെ അപ്പൻ്റെ ആത്മാവിന് ശാന്തിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കൊടുത്തു. അച്ഛൻ നിത്യ കുർബാന 10,000 മേടിച്ച് എല്ലാവരും തുടങ്ങി. എൻ്റെ ആത്മാവ് രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? കാരണം ഞാൻ കൊടുക്കാനുള്ള വ്യക്തിക്ക് 10,000 കൊടുക്കുക. ആ വ്യക്തി ഭൂമിയിലിരുന്ന് ഉരിക്കുകയാണ്. എൻ്റെ 10,000 രൂപ അയാൾ വായ്പ മേടിച്ചുകൊണ്ട് പോയിട്ട് നാളെ തരാൻ പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഇതുവരെ തന്നില്ല. ആ ദുഷ്ടനായ മനുഷ്യൻ എൻ്റെ പണവും കൊണ്ട് അവരിച്ചു. എനിക്ക് ഇനി പൈസ ആര് തരുമെന്നോർത്ത് ആ വ്യക്തി ഇരുന്ന് വേദനിക്കുകയാണ്. എനിക്ക് പണം തന്ന വ്യക്തി ഒരുപാട് കരയുകയാണ്, അസ്വസ്ഥപ്പെടുകയാണ്. എൻ്റെ 10,000 രൂപ പോയി. ഞാനൊരു അത്യാവശ്യം വെച്ച പൈസയായിരുന്നു. അദ്ദേഹം വന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തു. 2 ദിവസം കഴിയുമ്പോൾ അയാൾ മരിച്ചുപോയി. 5 ദിവസം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ച പൈസയാണ്, ഇതുവരെ തന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വേദന മാറ്റാൻ ഈ കുർബാന ഉപകരിക്കുമോ പ്രിയപ്പെട്ടവരെ? സഭയുടെ പഠനങ്ങളിൽ വരുന്ന തെറ്റ് വളരെ വലുതാണ്. അത് മെത്രാനെന്നല്ല, മാർപ്പാപ്പയെന്നല്ല, ആര് പഠിപ്പിച്ചാലും, വിശുദ്ധ ഗ്രന്ഥത്തിന് വിരുദ്ധമായി ആര് പഠിപ്പിച്ചാലും തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഒരച്ഛൻ സംസാരിച്ചത്, സഭയിൽ നിന്നും ക്രിസ്തു ഇറങ്ങിപ്പോയി, കത്തോലിക്ക സഭയിൽ നിന്നും പരിശുദ്ധാത്മ ഇല്ലാതെ പോയി, പിന്നെ കുറേ കാട്ടിക്കൂട്ടലുകളും കുറഞ്ഞു. നമ്മുടെ പണം, സാധാരണക്കാരനായ മനുഷ്യൻ്റെ പണം, തൻ്റെ അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ ആരെങ്കിലും മരിച്ചുപോയാൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയെന്നും പറഞ്ഞ് നിത്യ കുർബാനയാണെന്നും ഗ്രിഗോറിയൻ കുർബാനയാണെന്നും ആ കുർബാന ഈ കുർബാനയെന്നും പറഞ്ഞ് ചെല്ലിട്ട് ഒരാത്മാവിനെ രക്ഷിക്കാൻ നിങ്ങൾ ആരും വിചാരിക്കണം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനത്തിന് വിരുദ്ധമായി ഒരു സഭയ്ക്കും രക്ഷപ്പെടാൻ പറ്റില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെഴുതിയോ അത് കറക്റ്റ്. സഭയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇനിയും സഭ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഒരു ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് ഒരാത്മാവിനെ രക്ഷിക്കാൻ സാധിക്കില്ല. അത് ചില അച്ഛന്മാർ തന്നെ പറയുന്നുണ്ട്. ഇത് ഏതോ മാർപ്പാപ്പ എന്ന് ഉണ്ടാക്കി വെച്ച ചില സത്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ പിന്തുടർന്ന് പോരുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരാത്മാവിൻ്റെ നിത്യശാന്തി എത്ര മോശമായിട്ട് മരിച്ച ആളാണേലും, എത്ര ആത്മഹത്യ ചെയ്ത് മരിച്ച ആളാണേലും, ആ ആത്മാവ് അസ്വസ്ഥരാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, മനസ്സ്, ആത്മാവ്, ശരീരം, ഇത് മൂന്നും ചേരുന്നതാണ് ഒരു മനുഷ്യൻ. അപ്പോൾ എന്തായി? ശരീരം അങ്ങ് പോയി, പിന്നെ ആത്മാവും മനസ്സുമാണുള്ളത്. ആത്മാവ് ദൈവിക പക്ഷവും മനസ്സ് അറിവിൻ്റെ പക്ഷവുമാണ്. അതായത് മനസ്സ് എപ്പോഴും ഭൂമിയോട് ചേർന്ന് നിൽക്കും, ആത്മാവ് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ശരീരമൊക്കെ പോയപ്പോൾ ബാക്കി 2 ഘടകമുള്ളൂ. മനസ്സും ആത്മാവും കൂടെ ഒന്നായി, അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി. അപ്പോൾ ഒറ്റക്കെട്ടാകുമ്പോൾ എന്നാ പ്രശ്നം? ആത്മാവ് പറഞ്ഞു, നീ മേടിച്ച 10,000 രൂപ കൊടുക്കേണ്ടതായിരുന്നു, അല്ലാതെ നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നീ മേടിച്ച പൈസ ഭാര്യയെ പറഞ്ഞേൽപ്പിച്ചോ, മക്കളെ പറഞ്ഞേൽപ്പിച്ചോ, നീ അതിൽ കൊടുത്ത ഉത്തരവാദിത്തോടെ ഏൽപ്പിച്ചോ? ഇല്ല. എന്നിട്ട് നീ മരിച്ചു കൊണ്ട് പോകുന്നില്ലേ? അപ്പോൾ നിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ശരിയാ? നിനക്ക് വേണ്ടി 1000 കുർബാന ഇല്ലെങ്കിലും ശരിയാവില്ല. അപ്പോൾ മനസ്സ് പറയും, സാരമില്ല, ക്ഷമിക്കാം, അതങ്ങനെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ മനസ്സ് പറയും. അങ്ങനെ മനസ്സും ആത്മാവും തമ്മിൽ തെറ്റും. ഇവർ തമ്മിൽ സംഘർഷവും. ഈ മനസ്സ് പറയുന്നത് ശരീരം, ആത്മാവ് സമ്മതിക്കില്ല, ആത്മാവ് പറയുന്നത് മനസ്സും സമ്മതിക്കില്ല. അപ്പം മനസ്സും ആത്മാവും തമ്മിൽ അടിയാവും അവിടെ കിടന്നിട്ട്. ആത്മാവ് ദൈവിക പക്ഷം പറയും, മനസ്സ് ഭൂമിയുടെ പക്ഷം പറയും. അപ്പം മനസ്സ് പറയാം, അന്നോട് പറഞ്ഞാൽ, അല്ല ആത്മാവ് പറയും, ഞാൻ അന്നോട് പറഞ്ഞാൽ നീ മേടിച്ച പൈസ കൊടുക്കണം, എന്നിട്ട് നീ ബോധപൂർവ്വം മാറ്റി വെച്ചു, നിൻ്റെ ആവശ്യങ്ങൾ ഉപയോഗിച്ചു, നീ ആ പൈസ കൊടുക്കാവുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പം മനസ്സ് പറയും, അത് ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നത്, അങ്ങനെ ന്യായീകരണം പറയില്ലേന്ന് ആത്മാവ് പറയും. അപ്പം മനസ്സ് പറയാതെ അങ്ങനെ എങ്ങനെയാണ് ഇവർ തമ്മിൽ? അത് കർത്താവ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ് സമയം? കർത്താവ് അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ വിലാപം പല്ലുകടിയുമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിലപിക്കുകയും പല്ല് കടിക്കുകയും ചെയ്യും. പല്ല് കടിക്കലേ മനസ്സ്, ശരീരത്തിൻ്റെ അവസ്ഥയാണ് മനസ്സ്. വിലപിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ദുഃഖം. ആത്മാവും മനസ്സും തമ്മിൽ സംഘർഷമായ ഒരു ആത്മാവ് മരിച്ചുപോയി ഭൂമിക്കടിയിൽ എവിടെ കിടന്ന് എവിടെ രക്ഷപ്പെടുന്നതായി പറയുന്നത്? ഏത് കുർബാനയ്ക്ക് അത് രക്ഷിക്കാൻ സാധിക്കും? ഒരു കുർബാനയ്ക്ക് രക്ഷിക്കാൻ പറ്റില്ല ഒരു ആത്മാവിനെ. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് ധനവാനും ലാസറിൻ്റെ പ്രശ്നം. ധനവാനും ലാസറിനും എന്താണ് ചെയ്തത്? ധനവാൻ എന്താണ് സംഭവിച്ചത്? അപ്പം നരകത്തിലേക്ക് പോയി. ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്, സ്വർഗത്തിൻ്റെ പ്രതീകമായ അബ്രാഹം മടിയിലേക്ക് പോയി. അവിടെ കുർബാന ചൊല്ലി, അല്ലെങ്കിൽ അന്നത്തെ പ്രാർത്ഥന വെച്ച് ചൊല്ലി ഈ ധനവാനെ സ്വർഗത്തിലേക്ക് കയറ്റാൻ പറ്റുമോ? അവിടെ ഒരു കണ്ടീഷൻ കർത്താവ് പറയുന്നതാണ്. ധനവാൻ ചോദിക്കുന്നുണ്ട്, പിതാവേ എന്നെയും അങ്ങോട്ട് കൊണ്ടുപോകുമോ? അപ്പം ഞങ്ങൾക്ക് മറ്റു വലിയ ഗർത്തമുണ്ട്, അങ്ങോട്ട് വരാൻ പറ്റുകയില്ല. നിനക്ക് മോശം പ്രവാചകന്മാരുണ്ടല്ലോ, നീ അതൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ സംഭാഷണം അവസാനിക്കുകയാണ്. അവിടെ സംഭാഷണം അവസാനിച്ചു. പിന്നെ അവിടെ നീക്കുപോക്കില്ല, അവിടെ ഒരു നീക്കുപോക്ക് കൊടുത്തിട്ടില്ല, അവിടെ ഒരു പ്രാർത്ഥനയും പിന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ട, തെറ്റായ നമ്മുടെ സാധാരണക്കാരൻ കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് നെറ്റിലെ വീർപ്പുണ്ടാക്കി വെക്കുന്ന കീശയിലെ പൈസ മറ്റുള്ള ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തി മേടിച്ചെടുക്കുന്ന ഈ സംവിധാനം തകരാൻ പോവുകയാണ്. നമ്മുടെ കത്തോലിക്ക സഭയുടെ നാശം അടുത്തിരിക്കുകയാണ്. കത്തോലിക്ക സഭ ഏതാണ്ട് തീരാൻ അടുത്ത് തന്നെ തീരും. അത്രമാത്രം സഭയിലെ മ്ലേച്ഛതയും
സഭയിലെ കെടുകാര്യസ്ഥതയും, സഭയിലെ അഴിമതിയും, സഭയിലെ ധൂർത്തും, സഭയിലെ അശുദ്ധിയും, വിശുദ്ധിയുടെ കുറവും, തോന്നുന്നവരുടെ ജീവിതവും, പല രീതിയിലുള്ള ഇടപെടലുകളും എല്ലാം കൂടി കണക്കൂട്ടിയാൽ വളരെ ദയനീയമായ അവസ്ഥ. അതുകൊണ്ടാണ് വെളിപാട് എന്ന് പറഞ്ഞ് വിശുദ്ധരോടും ക്രിസ്തുവിന്റെ സാക്ഷികളോടും പടപൊരുതി അവനെ തോൽപ്പിക്കുവാനും ഞാൻ അവർക്ക് കൽപ്പന കൊടുത്ത കർത്താവ്. നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തോൽക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കാം, വിസ്തുർബാനിക്ക് രക്ഷിക്കാൻ പറ്റുമോ? വിസ്തുർബാനിക്ക് ശക്തി ഉണ്ടോ എന്ന് തെളിയിക്കാൻ നിങ്ങളെ പറയാം. മദ്യപാനിയായ ഒരാൾ വിസ്തുർബാനി 7 ദിവസം അടുപ്പിച്ച് വിസ്തുർബാന സ്വീകരിക്കുന്നു. പള്ളിയിൽ പോയി 7 ദിവസം ഞാൻ പള്ളിയിൽ പോയേക്കാൻ തീരുമാനിക്കുന്നു. 7 ദിവസം വിസ്തുർബാന സ്വീകരിച്ച് അദ്ദേഹം പള്ളിയിൽ പോകുന്നു വരുന്നു. ആ മദ്യപാനിയായ മനുഷ്യൻ ആ വിസ്തുർബാനയെ ചൊല്ലി ആ മദ്യപാനം നിർത്തുമോ? കുർബാനയ്ക്ക് ശക്തിയുണ്ടല്ലോ. കുർബാനയ്ക്ക് ശക്തി വെച്ചിട്ട് ആ 7 ദിവസം കൂടിയിട്ട് ആ മദ്യപാനം, ധ്യാനത്തിനൊന്നും പോകണ്ട, സംസാരിക്കാൻ വേണ്ട, ഈ വിസ്തുർബാനയുടെ ശക്തിയാൽ, ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ മദ്യപാനം നിർത്തി രക്ഷിക്കപ്പെട്ട സാക്ഷ്യം പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. അവിടെ നമുക്കൊരു പാപമോചനം ആവശ്യമാണ്. പാപത്തിൻ്റെ ദുരാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം, വ്യഭിചാരത്തിന് ദുർഭൂതം നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ കഴിയില്ല. അപ്പോൾ വ്യഭിചാരത്തിന് പോകുന്ന പറയുന്ന സ്ഥാനത്ത് 10 പ്രമാണങ്ങളെടുത്ത് ഓരോ കൊലപാതകത്തിന് ദുരാത്മാവ്, വ്യഭിചാരത്തിന് ദുരാത്മാവ്, മോഷണത്തിന് ദുരാത്മാവ്, കള്ളസാക്ഷിയുടെ ദുരാത്മാവ്, മോഹത്തിൻ്റെ ദുരാത്മാവ്, 1, 2, 3 പ്രമാണം ലംഘിച്ച പ്രമാണങ്ങളുടെ എല്ലാം ദുരാത്മാവ് എല്ലാം നമ്മളിൽ വസിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ കഴിയുകയില്ല എന്ന് പിതാവായ ദൈവം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിലേക്ക് തിരികെ പോകുമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവത്തിനടുത്തേക്ക് വലിയ അനുതാപവും പശ്ചാത്താപവും വലിയ മാനസാന്തരവും ആവശ്യമാണ്. അല്ലാതെ ഒരു കുർബാന കൊണ്ട് രക്ഷപ്പെടുകയില്ല. പിന്നെ കുർബാനയുടെ ആവശ്യം എന്താണ്? കുർബാന വിശുദ്ധി പ്രാപിച്ച ഒരു വ്യക്തിക്ക്, പാപമോചനം സിദ്ധിച്ച ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന ശക്തി ഉപയോഗിച്ചാണ് പിന്നീടുള്ള ബാലൻസ്. അവൻ തൻ്റെ വിശുദ്ധിയെ ഊട്ടിയുറപ്പിക്കുക, നന്മ പ്രവർത്തിക്ക് വേണ്ടി ഈ വിശുദ്ധ കുർബാന ഉപയോഗിക്കുക. മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വിശുദ്ധി നേടിയ വ്യക്തി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അതിന് വേറെ ചില കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഈ വിശുദ്ധി പ്രാപിച്ച വ്യക്തി പ്രാർത്ഥിച്ചാലൊന്നും ദൈവത്തിന് വലിയ സ്വീകാര്യമല്ല. എത്ര വിശുദ്ധി പ്രാപിച്ചാലും ഇത്ര വിശുദ്ധി പ്രാപിക്കാൻ ഒരു മനുഷ്യൻ സാധിക്കുമെന്ന് സർവശക്തനായ ദൈവത്തിന് പറയാം. അതിന് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ രീതി ചെയ്യുമ്പോൾ ആ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുകയും അന്ത്യവിധി സമയത്ത് കർത്താവ് വരെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നത് വരെ സത്യമായി നീ അവിടുന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. ലൂക്കായുടെ സുവിശേഷത്തിലെ വചനമാണ്, യേശു പറഞ്ഞ വചനമാണ്. അവസാന ചില്ലിക്കാശും കൊടുത്തു വിടുന്നവരെ 1000 അല്ല 10 ലക്ഷം കുർബാന, 10 കോടി രൂപ കൊടുത്ത് ഡെയിലി 250 വർഷം കുർബാന ഇല്ലാലും ഒരു വിധത്തിലും ആത്മാരക്ഷപ്പെടില്ല. അവിടെ അല്ലെ പിന്നെ ഈ വചനം വേണ്ടല്ലോ, ഈ വചനം എഴുതി വെക്കണല്ലോ. അവസാന ചില്ലിക്കാശും കൊടുത്തു വിടുന്നവരെ. അപ്പോൾ ആര് കൊടുക്കണം ഈ പണം? ഞാൻ തോന്നുന്ന പോലെ ജീവിച്ച് ഞാൻ എൻ്റെ സഭയ്ക്ക് കൊടുക്കാണ്ടായിരുന്ന പൈസ, ഇടവകയിൽ ന്യായമായിട്ട് കൊടുക്കാണ്ട പൈസ കൊടുത്തില്ല, എൻ്റെ അയൽക്കാർക്ക് വായ്പ അടിച്ച പൈസ കൊടുത്തില്ല, എൻ്റെ ബാങ്കിൽ അടയ്ക്കാണ്ടിരുന്ന പൈസ ഞാൻ കറക്റ്റ് സമയത്ത് അടച്ചിട്ടില്ല, ഞാൻ കരം കെട്ടുന്ന സമയത്ത് കരം കിട്ടിയിട്ടില്ല, ഞാൻ കറണ്ടിൻ്റെ ബില്ല് അടയ്ക്കുന്ന സമയത്ത് അടയ്ക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കുറവുകൾ എൻ്റെ അടുത്തുണ്ട്. പലയിടത്തും ഒരുപാട് പൈസ പലർക്കും കൊടുക്കാനുണ്ട്. എന്നിട്ടൊന്നും കൊടുക്കാതെ ഞാൻ തോന്നുന്ന പോലെ ജീവിച്ച് ഞാൻ മരിച്ചുപോയി. എനിക്ക് വേണ്ടി കുർബാനയില്ലേ രക്ഷിക്കുന്ന കർത്താവാണോ നമ്മുടെ ദൈവം? അതെന്തൊരു ദൈവമാണ്? അതെന്തൊരു യേശുവാണ്? അങ്ങനെയാണ് യേശുവിൻ്റെ തിരുത്വം കൊണ്ട് എന്ത് പ്രയോജനം, എന്ത് വില? പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്, തിന്മയിൽ നിന്നുള്ള വിടുതൽ കിട്ടാൻ വേണ്ടിയാണ്, പാപത്തിൻ്റെ ദുരാത്മാവിന് വിമോചനം, രക്ഷ കിട്ടാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ തിരുത്വം. അവിടെ തിരുത്തി കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ തിരുത്തം ചെല്ലണം. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ പ്രായശ്ചിത്തം ചെയ്യണം, പാപ പരിഹാര പ്രവൃത്തി ചെയ്യണം. അല്ലാതെ അങ്ങോട്ട് ഗ്രിഗോരി കുർബാന ചൊല്ലി, ആ കുർബാന ചൊല്ലി, ഈ കുർബാന ചൊല്ലി എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ പോയാലൊന്നും നമുക്ക് ആത്മാവിന് രക്ഷ കിട്ടിയില്ല. ഉറപ്പ് ഞാൻ പറയാം, അവൻ്റെ സഭ എന്ത് പറഞ്ഞാലും, കേരള സഭയോ ഭാരത സഭയോ ആഗോള സഭയോ പറഞ്ഞാലും ഈ പറഞ്ഞ കാര്യത്തിൽ വിരുദ്ധമായിട്ട് പറയാൻ അവർക്ക് ന്യായീകരിച്ച് പറയാനുണ്ടാവും. പക്ഷേ സഭയ്ക്ക് അല്ല വൈദ്യുർക്കോ മെത്രാന്മാർക്കോ ന്യായീകരിച്ച് പറയാനുണ്ടാവും. പക്ഷേ കിട്ടില്ല, ഉറപ്പ് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യമേ ഞാൻ ഈ അനുഭവങ്ങൾ പറഞ്ഞത്. ഈ ആത്മാക്കൾ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പല ആത്മാക്കളും തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നുണ്ട്. അതും പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷമൊക്കെ പറയുന്നുണ്ട്, അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. ഒരു ഭവനം അടിച്ചു വാരി തൂത്തുവാരി അശുദ്ധാത്മാവ് ഒരു ഭവനത്തെ വിട്ടു പോകുമ്പോൾ ആ ഭവനം അടിച്ച് തൂത്തുവാരി വൃത്തിയായിരിക്കുന്നു. അന്ന് അവൻ തിരിച്ച് ആ ഭവനത്തിൽ വന്ന് നോക്കുമ്പോൾ കയറാൻ പറ്റുന്നില്ല. അവൻ തിരിച്ചു പോയി 7 ദുരാത്മാക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ ഭവനത്തിൽ പ്രവേശിക്കുന്നു. അവൻ്റെ സ്ഥിതി ആദ്യത്തിനേക്കാൾ വളരെ ശോചനീയമായിരിക്കുന്നു. വിസ്തൃതി എഴുതിയിട്ടുണ്ടല്ലോ, അവ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്?
അപ്പോൾ കുർബാനയില്ല, ഈ അശുദ്ധാത്മാവ് തിരിച്ചു പോവോ? വിശുദ്ധീകരണ പ്രക്രിയ നടക്കണം. വിശുദ്ധീകരണ പ്രക്രിയ, കുംഭസാരം എന്ന് പറയുന്നത് അത് അതിൻ്റെതായ തലങ്ങളിൽ സംഭവിക്കണം. അതിശക്തമായ കുംഭസാരം. സാധാരണ ഇപ്പോഴുള്ള കുംഭസാരമൊക്കെ ഒരു കെട്ടുകഥ കുംഭസാരങ്ങളാണ്. കുംഭസാരത്തിൻ്റെ രീതി ഒന്നും ഇതല്ല. ഇങ്ങനെയൊന്നും അല്ല കുംഭസാരിക്കണ്ടേ. കുംഭസാരത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ നിലവാരവും എല്ലാം തകർന്നുപോയി സഭയിൽ. എന്താണ് പാപം എന്നറിയത്തില്ല അത് കുംഭസാരിക്കുന്നത്. പിന്നെ എവിടെ രക്ഷപ്പെടും? കർത്താവിൻ്റെ വരവ് അടുത്ത നിത്യ കാല പ്രിയപ്പെട്ടവരെ, ശരിയായ കുംഭസാരത്തിന് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ ധ്യാന ക്ലാസ്സിൽ നിങ്ങൾ വന്ന് നോക്ക്. ഞാൻ പറഞ്ഞാൽ അതുപോലെ കുംഭസാരിച്ച് നോക്ക്. നിങ്ങളുടെ ആത്മാവ് പരിപൂർണ്ണ വിശുദ്ധി പ്രാപിക്കും. അല്ലാതെ ഒരു 1000 കുർബാന 10,000 കുർബാന അച്ഛന്മാരുടെ കീശയിലേക്ക് 2 ലക്ഷം 4 ലക്ഷം തള്ളിക്കൊടുത്തിട്ടൊന്നും ഒരാത്മാവ് രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ. കാര്യമായിട്ട് ഞാൻ പറയും. നമ്മളിപ്പോൾ ഒരു അച്ഛനെ പരിചയപ്പെടും. നമുക്ക് ഇടവകയിൽ അച്ഛനുണ്ട്. ഞാൻ അമേരിക്ക തിരിച്ചു വന്നപ്പോൾ 2 ലക്ഷം രൂപ അച്ഛന് കീശയിൽ ഇട്ട് കൊടുത്തു. അച്ഛാ, ഇത് അച്ഛനെ കിടന്നോട്ടെ പൈസ, അല്ല മെത്രാനെ കിടന്നോട്ടെ 2 ലക്ഷം. ആ ആത്മാക്കൾ രക്ഷപ്പെടുമോ? ഇല്ല, രക്ഷപ്പെടില്ല. അത് കൂടി ശിക്ഷാവിധിക്ക് കാരണമാകും. നമ്മുടെ കീശയിലെ പണം എവിടെയാണ് കൊടുക്കേണ്ടത്? വിശുദ്ധ പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ് കൊടുക്കേണ്ടത്. പഠിക്കണം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം. അതല്ലാതെയുള്ള ഒരുവിധ ആ പരിപാടി ഈ പരിപാടി കൊണ്ടൊന്നും ഒരാത്മാവിനെ രക്ഷപ്പെടാൻ സാധിക്കില്ല. പാപമോചനം ഒരു വ്യക്തിയിൽ തിന്മയിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൻ്റെ പ്രവർത്തനമാണ് തിന്മ പ്രവർത്തിച്ചിട്ട് തിന്മയുടെ ദുരാത്മാവിനെ ഹൃദയത്തിൽ ആവഹിച്ചു വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാം. അതിനുശേഷം 100 കുർബാനയിൽ രക്ഷപ്പെടാം, 10 ലക്ഷം കൊടുത്ത് രക്ഷപ്പെടാൻ വിചാരിച്ചാൽ അത് മൗഢ്യമാണ്. ഒരു വിധത്തിലും സാധിക്കില്ലത്. അതിനൊക്കെ വിശുദ്ധഗ്രന്ഥത്തിൽ അതിൻ്റെതായ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ പരിശുദ്ധാത്മ എന്നോട് ചോദിക്കും. ഇത്തരം വിട്ടിത്തങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കായിരുന്നത്? നിന്നെ ഞാൻ പലതും ന്യായം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നീ പഠിപ്പിച്ചാൽ? ദൈവത്തിൻ്റെ ചോദ്യം എൻ്റെ മുമ്പിൽ വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മുടെ പണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിക്കാനുള്ളതല്ല. അത് തെറ്റാണ്. അങ്ങനെ ഉപയോഗിക്കേണ്ട. ഒരു വ്യക്തിക്ക് അതിൻ്റെ ആണ്ടുവട്ടമാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാന ഒരു ഒപ്പീസ് 1 വർഷം ചെല്ലിയാൽ മതി. ബാക്കി ചില വേറെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് ചെയ്താലേ ആത്മാരക്ഷ ഭാവിക്കുള്ളൂ. അല്ലാതെ 1000 കുർബാന ഒരു ആത്മാരക്ഷ കിട്ടില്ല, നടക്കില്ല. ആത്മാരക്ഷപ്പെടില്ല. ആ ആത്മാവിന് വേണ്ടി ജീവിച്ചിരിക്കുന്നത് വേറെ ചില കാര്യങ്ങൾ ചെയ്യണം. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുമ്പ് ഞാൻ 2 ഉദാഹരണം പറഞ്ഞല്ലോ. ഒരു പട്ടി കൂന്ന കാര്യം പറഞ്ഞു, ഒരു നിഴൽ കണ്ട കാര്യം പറഞ്ഞു. അതിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ചു. അതെല്ലാം ബൈബിൾ അധിഷ്ഠാനമാക്കി തന്നെയാണ് പറയുന്നത്. അല്ല നമ്മുടെ സ്വന്തമായ അഭിപ്രായത്തിലൊന്നും പറയല്ല. അപ്പോൾ ഇത്തരം കുറേ അഴിമതികളും കുറേ തെമ്മാടിത്തരങ്ങളും കുറേ മോശമായ സംവിധാനങ്ങളും ഒക്കെ സഭയിൽ ഇങ്ങനെ അനേകം നിലനിൽപ്പുണ്ട്. ഒത്തിരി അഴിമതി നിറഞ്ഞ പ്രാർത്ഥനകൾ, ഒത്തിരി പ്രാർത്ഥന എന്ന് തോന്നുന്ന കുറേ കാട്ടിക്കൂട്ടലുകൾ സഭയിലുണ്ട്. യഥാർത്ഥ ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ നിന്നും യഥാർത്ഥ വചനത്തിൽ നിന്നും വ്യതിചലിച്ച് കുറേ ഉണ്ടാക്കുന്ന ഒരു പരിപാടികൾക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത്. നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ജ്ഞാനിയാക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം ഇങ്ങനെ പറഞ്ഞത്, അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ, അവരുടെ സമ്മേളനങ്ങളിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. ഇതൊക്കെ അവരുടെ സിനഡുകളിലോ അവരുടെ മെത്രാന്മാരുടെ കൂട്ടായ്മകളിലോ അച്ഛന്മാരുടെ കൂട്ടായ്മകളിലോ ഒക്കെ ഇരുന്നിട്ട് അവർ പങ്കുകൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ് ഇങ്ങനെ എന്തുണ്ടാക്കുന്നത്. അവർ ഈ സർക്കുലർ എഴുതി ഉണ്ടാക്കിയിട്ട് വായിക്കുന്നു. അപ്പോൾ അവരുടെ ഗൂഢാലോചന പങ്കുകൊള്ളും. ആ ഗൂഢാലോചനകളാണ് പറയുന്നത് നമ്മുടെ സർക്കുലറായിട്ട് വായിക്കുന്നത്. അങ്ങനൊന്നും ഒരു ആത്മാവിനെ രക്ഷപ്പെടില്ല. പക്ഷേ വിശുദ്ധഗ്രന്ഥത്തിൽ എന്തെഴുതി ചോദിച്ചോ അതാണ്. അതിനൊരു നിബന്ധന അതിനകത്തുണ്ട്. പ്രത്യേകിച്ചും പഴയ നിയമ കാലഘട്ടങ്ങളിലുള്ള കുടുംബത്തിലെ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ബലി അർപ്പിക്കാൻ വേണ്ടി ചങ്ങാലിനെയോ അല്ലെങ്കിൽ പ്രാവിനെയോ അല്ലെങ്കിൽ ആടിനെയോ ഒക്കെ കൊടുത്ത് പിന്നെ മരിച്ചവർക്കും ജീവിച്ചവർക്കും വേണ്ടി ബലി അർപ്പിച്ച് പുരോഹിതന്മാർക്ക് കൊടുത്ത് അവർ അതിൻ്റെ മാംസമൊക്കെ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അതേ സംവിധാനമാണ് നമ്മളിപ്പോൾ പഴയ നിയമത്തിലെ സംവിധാനമാണ് ഇന്നത്തെ ഈ കുർബാന നമ്മൾ പൈസ കൊടുത്ത് ചെല്ലുന്ന സംവിധാനം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപമോചനം സംഭവിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ചെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിലായിരുന്നാൽ മാത്രം മതി. ക്രിസ്തുവിലായിരിക്കുക എന്നുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമങ്ങളും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് അതിലായിരിക്കുക. അതിന് പ്രമാണവിരുദ്ധമായിട്ട് പ്രമാണം ലംഘിച്ച് തോന്നുന്ന പോലെ ജീവിച്ചിട്ട് ഈ ലോകത്ത് മരിച്ചു പോയിട്ട് കുർബാനയെല്ലാം ദൈവം സ്വീകരിക്കുകയില്ല. അതിനൊരു സംശയം വേണ്ട. അതാണ് നിരവധി ഇത് മറ്റൊത്തിരി അനുഭവങ്ങളും കഥകളും എനിക്ക് പറയാനുണ്ട്. ഒരുപാട് കേസുകൾ എനിക്ക് പറയാനുണ്ട്, അനുഭവങ്ങൾ തന്നെ പറയാനുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്ത് ഇത് കണ്ടു കഴിഞ്ഞാലും അനീതി പോലെ എൻ്റെ ആത്മാവിനോട് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും. അതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അതിനാൽ
നല്ലൊരു കുമ്പസാരത്തിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്, നല്ല കുമ്പസാരം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ് നല്ല കുമ്പസാരം. നല്ല കുമ്പസാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നല്ല കുമ്പസാരം നമ്മൾ ചിന്തിക്കണമെങ്കിൽ വരിക, നിങ്ങൾ കേൾക്കുക ക്ലാസ്. വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമ്മൾ കുമ്പസാരത്തിന് ഒരുങ്ങാന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ അന്തിമമായ വിശുദ്ധീകരണ പ്രക്രിയ. അതിന് താല്പര്യമുള്ളവർക്ക് വരിക. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് പൈസ ബുക്ക് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിക്കുക. അല്ലെങ്കിൽ നമുക്ക് റിസോർട്ട് നഷ്ടപ്പെട്ടാൽ ക്ലാസ്സിൽ ഇല്ലാതെ വരും. താല്പര്യമുള്ളവർക്ക് വരിക, താല്പര്യമില്ലാത്തവർ വരാതിരിക്കുക. അത് അവരുടെ സ്വാതന്ത്ര്യം. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ കാലം അടുത്തെത്തി. ഈ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഈ സഭ നാളെ ഉണ്ടാവുകയില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ കാണുന്ന ഈ സംവിധാനം നാളെ ഉണ്ടാവുകയില്ല. നാളെ ചിലപ്പോൾ കടന്നു വരും, അല്ലെ 4 മാസം കടന്നു വരും, രണ്ടാമത്തെ വർഷം കാണുകയില്ല. 2027 എന്ന സംഖ്യ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ചില പൊള്ളയായ കാര്യങ്ങളായിരിക്കും കാണുക. അവിടെയൊക്കെ നമുക്ക് പലതും നഷ്ടപ്പെടും, പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൽ എപ്രകാരമാണോ നമ്മൾ നിലനിൽക്കുന്നത് അതായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുക. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇവിടുത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനാൽ കർത്താവായ യേശു നമ്മയോട് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.